പേഴ്സണലി ഒത്തിരി ഇഷ്ടമായി. നല്ലൊരു സിനിമയാണ്. പിന്നെ കമൽ സാറിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സെക്കൻഡ് ഐ മീൻ അതിന് പറയാൻ പറ്റുന്നില്ല, ഞാൻ കുറേ പറഞ്ഞ് അതായത് ഞങ്ങൾ ഫസ്റ്റ് സിനിമ ഇന്ത്യൻ 1 കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ 1 അക്സെപ്റ്റ് ചെയ്തിട്ട് 1 2 വരുമ്പോൾ ഫസ്റ്റ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് ലാഗൊക്കെ തോന്നിയായിരുന്നു. അതിന് പാട്ടില്ല. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല പാട്ടൊക്കെ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അത് വന്നതില്ല. പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫോട്ടും പിന്നെ ഞാൻ എന്താ പറയുക, തിയേറ്ററിൽ ഭയങ്കര മാസാണ്, ഭയങ്കര ഇതായിട്ട് നിൽക്കായിരുന്നു. അതിൻ്റെ പവർ അത്രത്തോളം ഉണ്ടായിരുന്നു. സേനാപതി സെറ്റായിരുന്നു, പൊളിയാണ്. ഒരു മിക്സഡ് റിവ്യൂ ആണല്ലോ മൊത്തത്തിൽ വരുന്നത്. പോസിറ്റീവ് തോന്നുന്ന കാരണം എന്താ വെച്ചാൽ സോഷ്യലി റെലവൻസ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ സിനിമ ഉണ്ടാണോ, സിനിമ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കം ബാക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്, ഗോ ബാക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് പേഴ്സണലി ഐ തിങ്ക് ദിസ് ഇസ് ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ തേർഡ് പാർട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നെടുമുടി വേണു ടെക്നോളജി യൂസ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു അടുത്തൊരു മാറ്റത്തിലോട്ടുള്ള, അതായത് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു മാറ്റത്തിലോട്ട് നമ്മളെല്ലാവരും ഇതുപോലെ ഒരു ട്രൈ ചെയ്യായിരിക്കും. ഒരു ഗംഭീര മാറ്റമായിട്ട് തോന്നും. അത് നമുക്ക് തോന്നുന്നത് ഫസ്റ്റ് ഹാഫ് ആയിരിക്കാം. അതിനകത്ത് മേക്കിംഗ് അല്ലെങ്കിൽ ഒരു പറഞ്ഞു വരുന്നൊരു രീതി, പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് പറഞ്ഞു വരുന്നൊരു രീതി നമുക്ക് ഇഷ്ടമാണെന്നില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് അതിൻ്റെ ഒരു പഞ്ച് നമുക്ക് കിട്ടുന്നത്. അതായത് മാസ്സായിട്ടുള്ള ഒരു സംഭവം വരുന്നത്, പ്രത്യേകിച്ച് സേനാപതിയുടെ ആ ഒരു റേസും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ആ ഒരു സെക്കൻഡ് ഹാഫിലാണ്. അതുകൊണ്ടായിരിക്കാം. പടം നന്നായിരുന്നു. ഇന്ത്യൻ ഈ പണ്ട് ടി വിയിലൊക്കെ കണ്ടൊരു ഓർമ്മയുണ്ട്. അപ്പം ഇപ്പം ഇന്ത്യൻ 2 റിലീസിന് അടുപ്പിച്ച് ഇന്ത്യൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒന്ന് വന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യൻ 2 കാണാനുള്ള ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ തന്നെ ഇപ്പം വന്ന് കണ്ടത്. അപ്പം നന്നായിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഐ മീൻ ഇതൊരു സ്റ്റാൻഡ് അലോൺ പാടായിട്ട് ഇതിനൊരു ഇന്ത്യൻ 3 എന്ന് പറഞ്ഞിട്ട് തേർഡ് പാർട്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു സ്റ്റെപ്പാണ് ഈ ഒരു പടം. അപ്പം ഇന്ത്യൻ 2 മാത്രമായിട്ടൊരു സ്റ്റാൻഡ് അലോൺ പടമായിട്ട് നമുക്ക് ചിലപ്പോൾ അത്ര വർക്ക് ആവണമെന്നില്ല. ഇന്ത്യൻ 3 കൂടി വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു കംപ്ലീഷനിൽ കിട്ടുക. അതുകൊണ്ട് എല്ലാവരും തന്നെ വാച്ച് ചെയ്യേണ്ട ഒരു പടമാണെന്ന് തോന്നുന്നു. എസ്പെഷ്യലി എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ശങ്കറിന് മാത്രം പറ്റുന്ന എനിക്ക് ഇത്ര ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഒരുപാട് ആളുകളും ഒരുപാട് സെറ്റും ഒക്കെ ചെയ്തിട്ടുള്ളൊരു പടം. കാരണം അത്രയും സക്സസ് ആവുന്ന ഉറപ്പാണ് ശങ്കറിന് ആ ഒരു സക്സസ് ഫോർമാറ്റ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ആ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള സംഭവം നമുക്ക് മറ്റ് സിനിമകളിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങളിൽ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ഗ്രാൻഡ്നെസ് ഈ ഒരു പടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. നമ്മൾ ഒരു വൗ അടിച്ച് പോകും. അത് അനിരുദ്ധിൻ്റെ മ്യൂസിക് എത്രത്തോളം സിനിമയ്ക്ക് ഗുണകരമായിട്ട്? മ്യൂസിക് എനിക്ക് പേഴ്സണലി ഈ സിനിമയിൽ മാസ് എലമെൻസിനേക്കാളും എനിക്ക് കൂടുതൽ ഇതിൽ വർക്കായത് ഇതിൽ ഇമോഷണലി കണക്ട് ആവുന്ന സീൻസാണ്. അതിൽ അനിരുദ്ധിൻ്റെ മ്യൂസിക് നല്ല രീതിക്ക് തന്നെ വർക്കായിട്ടുണ്ട്. പിന്നെ ഇന്ത്യനിലെ പാട്ടുകൾ അല്ലെങ്കിൽ BGM ഒക്കെ കണ്ടപ്പോൾ അതൊരു വേറൊരു ലെവലിലായിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു ടൈമിൽ ഇറങ്ങിയതുകൊണ്ട് അതിന് ഒരു പ്രത്യേക ഒരു ക്ലാസ് ഉണ്ട്. അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇത് ഈ ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമ എന്ന രീതിക്ക് ഇത് ഓക്കെയാണ്. ഐ മീൻ എനിക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ട്. അത് സിനിമ ഒരു മിക്സഡ് റിവ്യൂസ് പലയിടത്തുനിന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് 3 മണിക്കൂറിലായിട്ടുള്ള റിലീസായിട്ട്. അപ്പം മിക്സഡ് റിവ്യൂസ് എന്തായാലും വരുമല്ലോ. മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ മിക്സഡ് റിവ്യൂസ് വരുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ മെയിൻ റീസൺ തേർഡ് പാർട്ടിന് വേണ്ടി ഈ പടത്തിന് ഒരു സ്റ്റാൻഡ് അലോൺ ഒരു നല്ല പടമായിട്ട് ചെയ്യുന്നതിന് പകരം തേർഡ് പാർട്ടിന് വേണ്ടി കുറേ എലമെൻറ്റ്സ് മാറ്റി വെച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം. ഇനി തേർഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സ്വാതന്ത്ര്യ സമരകാലത്തുള്ള ആ ഒരു സംഭവങ്ങളും എല്ലാം കൂടി മിക്സൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഫസ്റ്റ് ഇന്ത്യൻ പടത്തിൻ്റെ അകത്ത് ഒരുപാട് കണ്ടൻറ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു കണ്ടൻറ്റിനെ വീണ്ടും ഒരേ സംഭവത്തിന് റിപ്പീറ്റ് ചെയ്തൊക്കെ കാണിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിലുള്ള അത്ര എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഒരുപാട് പേര് ഫസ്റ്റ് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ മിക്സർ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും എനിക്ക് പേഴ്സണലി പോസിറ്റീവ് അഭിപ്രായമാണുള്ളത്. സിനിമയെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ ക്യാരക്ടേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തന്നെ നന്നായിട്ടുണ്ട്. ക്യാമറയിൽ ചില ആംഗിൾസൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക്, ഐ മീൻ പ്രേക്ഷകനുമായിട്ട് അത് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു ഷോട്ട് വെച്ചേക്കുന്ന രീതികളൊക്കെ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്യാമറ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. മ്യൂസിക്കും ഓക്കെയാണ്. പെർഫോമൻസ് ഒക്കെ പിന്നെ ഈ പറയുന്ന പോലെ കമൽഹാസൻ്റെ പ്രോസ്തറ്റിക് മേക്കപ്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ആ കമൽഹാസൻ്റെ റിയൽ പെർഫോമൻസ് പ്രോപ്പറായിട്ട് കാണുന്നില്ല. ഇതിലെ മേക്കപ്സ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. ഐ മീൻ എല്ലാ സ്ഥലത്തും അത് പിന്നെ ആ ഒരു സിനിമയിൽ ഫേക്ക് ആയിട്ടുള്ള മേക്കപ്പ് ആണ് എന്ന രീതിക്ക് കാണിക്കേണ്ടതുകൊണ്ട് കൂടി ആയിരിക്കാം. ഒറിജിനൽ മേക്കപ്പായിട്ട് കാണിക്കേണ്ടതല്ലോ, ആൾ മേക്കപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഐ മീൻ ഈ കൈക്കൂലിയൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്നവരെ തടയാൻ വേണ്ടിയിട്ടാണല്ലോ ഇന്ത്യൻ വരുന്നത്. അതുപോലെ ഇവിടെ ഈ റിവ്യൂ പറയുന്നവരെ തടയാൻ വേണ്ടി ആരെങ്കിലും ഇതുപോലെ വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവരിപ്പം ഒരാൾ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ഇനിയുള്ള എല്ലാ ഷോയ്ക്കും ഇവിടെ വരുന്നത്. അപ്പോൾ എറണാകുളത്ത് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട തിയേറ്റർ ഇതാണ്. ഇവിടെയാണ് എല്ലാ തവണയും സിനിമ കാണാൻ വേണ്ടി വരുന്നത്. അവരിനി എല്ലാ തവണയും വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫസ്റ്റ് ഷോ മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാണ്ട് PVR എവിടെയെങ്കിലൊക്കെ പോകേണ്ടി വരും. നമ്മുടെ ശങ്കറിൻ്റെ സംവിധാനത്തിൽ വന്ന ഇന്ത്യൻ 2
നല്ലൊരു ചിത്രം തന്നെയാണ്. ദൃശ്യവിസ്മയമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം, ഓരോ ചിത്രവും. അതിൽ കമലഹാസനും കൂടെ ചേർന്നപ്പോൾ കമലഹാസൻ്റെ ആ ഒരു നമ്മളെങ്ങനെയാണ് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചു ആ രീതിയിൽ തന്നെയാണ്. പിന്നെ കഥയുടെ കാര്യത്തിൽ പുതുമയില്ല. ആ ഒരു വിഷയം ഇവിടെ എപ്പോഴും നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് അഴിമതിയെ തുറന്നു കാണിക്കുന്ന, നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് കാണിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഇന്ത്യൻ 2. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ കമലഹാസനെ പോലെ തന്നെ സിദ്ധാർത്ഥ്, അതേപോലെ തന്നെ വിവേക്, പിന്നെ നമ്മുടെ നെടുമുടി വേണുചേട്ടൻ്റെ ആ പുതിയ സാങ്കേതികവിദ്യയിൽ കണ്ടപ്പോൾ തീർച്ചയായിട്ടും അത്ഭുതം തന്നെയാണ് തോന്നിയത്. നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ സമുദ്രക്കനി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, നായികമാരായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ദൃശ്യവിസ്മയം തന്നെയാണ്. ഇന്ത്യൻ 3-ക്കായിട്ട് വെയിറ്റിംഗ് ആണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ത്യൻ 1 നമ്മൾ വളരെ പ്രതീക്ഷയോടെ കണ്ട ഒരുപാട് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം ഇത് വന്നപ്പോൾ ശങ്കർ സാറിൻ്റെ ഡയറക്ഷൻ, അതുപോലെ തന്നെ കമലഹാസൻ സാർ ഉലകനായകൻ ഓഫ്കോഴ്സ് തിയേറ്ററിനെ ഒന്ന് ചൊടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കലായാലും അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസ്, അതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് മേക്കപ്പാണ്. കാരണം ഇടയ്ക്ക് ഒരു ഹാഫ് നേക്കഡ് സീൻസ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ ആ ഒരു മേക്കപ്പ് നമുക്ക് വളരെ എടുത്തു പറയേണ്ടതാണ്. ഓവറോൾ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഈ വർഷത്തെ ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സിനിമകളിലൊന്നാണ് ഇന്ത്യൻ 2. ഒരു ആവറേജ് ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ. വലിയ പ്രത്യേകിച്ച് കുമ്പായിട്ടും തോന്നിയിട്ടില്ല. വളരെ താഴോട്ട് പോയ പോലെ തോന്നിയ പടം. ശങ്കറിൽ നിന്ന് ഇത്രയും മോശം പടം പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഈ കറപ്ഷനെതിരെ തന്നെ കുറേ പടങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതന്നെ വീണ്ടും കാണുമ്പോൾ വലിയ ഒരു രസമായിട്ട് തോന്നിയില്ല. ഭയങ്കര ലാഗ് പോലെ തോന്നി. എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. അപ്പോൾ അതന്നെ വീണ്ടും വരുമ്പോൾ നമുക്ക് ലാഗായിട്ട് തന്നെ ഫീൽ ചെയ്തുള്ളൂ. ആവർത്ത വിരസനം തന്നെ. ഇപ്പോൾ ജവാനിലെയും ഈ സെയിം സാധനങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഈ കറപ്ഷനും ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ കണ്ട് മടുത്ത സാധനങ്ങൾ തന്നെ വീണ്ടും വന്നപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. തന്നെ ശങ്കറിനെ മേക്ക് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ബ്രഹ്മാണ്ഡമായിട്ട് തന്നെ എടുക്കുക, സോങ്സ് ആയാലും എല്ലാ കാര്യങ്ങളായാലും. പക്ഷേ കഥയിലൊക്കെ വരുമ്പോൾ ഭയങ്കര പിന്നാക്കം പോയ പോലെ തോന്നിയത്. എനിക്കധികം നല്ല രീതിയിൽ തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഡാൻസ് കളിയും ഒഴിവാക്കിയത്? ഡാൻസ് കളിക്കാൻ ഇപ്പോൾ തുപ്പലണനൊക്കെ വരുന്നുണ്ടല്ലോ. കളിക്കട്ടെ. അതാരാ തുപ്പലെന്ന്? അത് തിരുവനന്തപുരത്തുള്ള കുഴപ്പമില്ല. എന്തിനാ തുപ്പലെന്ന് വിളിക്കുന്നത്? പുള്ളിനെ അടിക്കുമെന്നൊക്കെ പറയണം. പക്ഷേ പുള്ളി ഇപ്പോൾ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല. പുള്ളി നീറ്റാ. സിനിമ ഉണ്ടോ? സിനിമ കണ്ടു. 6:15 6 മണിക്കാണ് തുടങ്ങി. പക്ഷേ 6:15 അറിയത്. പക്ഷേ കണ്ടു. പടം നല്ലൊരു എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാനും ഉൾപ്പെടുന്നുണ്ട് ചെറുതായിട്ട്. എങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. എൻഗേജിങ് ആണ്. ഫാമിലി ബേസിലും ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അതേപടി നല്ല രീതിയിൽ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് ശങ്കർ സാറ്. പിന്നെ നമ്മുടെ കമലഹാസൻ സാർ അഭിനയത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിനയമാണ്. കാരണം ദശാവതാരം പാപനാശം സിനിമയ്ക്ക് ശേഷം നല്ലൊരു ഞാൻ കണ്ട നല്ല തമിഴ് സിനിമ തന്നെയാണ്. അപ്പോൾ ഒരു തിയേറ്ററുകളിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു തന്നെ തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയമാണെങ്കിലും സൗണ്ട് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലായോ? മൊത്തത്തിൽ ഒരു മേക്കോവർ. നമ്മൾ ഇപ്പോൾ കഥാപാത്രമായിട്ട് വരാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. പുതിയ വരണമാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ പറയട്ടെ. ഓക്കെ. ഏത് കഥാപാത്രം? ഇന്ത്യൻ 2-ലെ ആ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് വേണ്ടെന്ന് വെച്ചിട്ടാ. അതെന്താ എന്തുകൊണ്ട് വേണ്ട? ഇനി നമ്മൾ ഓരോരോ കഥാപാത്രങ്ങൾ ഇപ്പോൾ മേക്ക് ഓവർ, ഇപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിമായിട്ട് ഇപ്പോൾ അടുത്തത് മായാമോഹിനിയുടെ സെക്കൻഡ് പാർട്ടായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പാർട്ടല്ല, മായാമോഹിനിയുടെ ഒരു ദിലീപേട്ടൻ്റെ കഥാപാത്രം ഞാൻ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്ലാനിങ് ഉണ്ട് പറയാം. മൊത്തത്തിൽ ഒരു ഗൗരവമായല്ലോ. മൊത്തത്തിൽ ഒരു പഴയതുപോലെ അല്ലല്ലോ ഗൗരവം. കുറച്ച് സിനിമകൾ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെ അധികം ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം സിനിമ പോകും.